Hi, hello, my dear students, my dear children. This is the part 5 video of our chapter 8 Democracy and Indian Experience. പ്രിയപ്പെട്ട കുട്ടികളെ ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് നമ്മുടെ ചാപ്റ്റർ 8 അതിൻ്റെ ഏകദേശം ഒരു മിഡിൽ പോർഷനിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഡെമോക്രസിയുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അതാണ് പറയുക, ഇന്ത്യൻ ഡെമോക്രസി, അതിൻ്റെ പല തരത്തിലുള്ള എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് നടന്ന ചില മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. മൂവ്മെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചില സ്ട്രൈക്കുകൾ, അല്ലേ, സ്ട്രൈക്സ്, പ്രൊട്ടസ്റ്റുകൾ. അപ്പോൾ അതിലേതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ആദ്യം പഠിച്ചത് നമ്മുടെ വിമൻ മൂവ്മെൻറ്റ്, ദെൻ ഫിഷർമാൻസ് മൂവ്മെൻറ്റ്, പെസൻസ് മൂവ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്, അല്ലേ, ഇങ്ങനെ പല കാറ്റഗറി മൂവ്മെൻറ്റ്സ് നമ്മുടെ രാജ്യത്ത് നടന്നു. നമ്മുടെ ഡെമോക്രസി ഇങ്ങനെ ചില മൂവ്മെൻറ്റ്സ് ഒക്കെ കണ്ടു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ മൂവ്മെൻറ്റ്സിനെ പറ്റിയൊക്കെ നമ്മുടെയൊക്കെ ഒരു കോൺസെപ്റ്റ് എന്താണ്? ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ ഡെമോക്രസിയെ ദോഷകരമായിട്ട് ബാധിക്കും. ഈ മൂവ്മെൻറ്റ്സ് ഒന്നും പാടില്ല, നമ്മൾ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ, പ്രൊട്ടസ്റ്റുകളൊന്നും ഇല്ലാതെ പോകുന്നതാണ് കൂടുതൽ നല്ലത്, ഡെമോക്രസിക്ക് അതാണ് നല്ലത് എന്നൊക്കെയാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ ഓരോ മൂവ്മെൻറ്റ്സും, ഈ ഓരോ പ്രൊട്ടസ്റ്റുകളും നമ്മുടെ ഡെമോക്രസിയെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി മാറ്റുക. അതായത് നമ്മുടെ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫ്രീഡമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഫിഷർമാൻ ആണെങ്കിലും വിമൻ ആണെങ്കിലും എൻവയോൺമെൻറ്റലിസ്റ്റുകൾക്കാണെങ്കിലും ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? നമ്മുടെ പെസൻസിന് എന്തുകൊണ്ട് ഡൽഹി വന്ന് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ വന്ന് അവർക്ക് സമരം ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ഫ്രീഡം എന്ന് പറയുന്ന വാല്യൂ, അതാണ് അതിന് കാരണം. അപ്പം നമ്മുടെ ഡെമോക്രസിയുടെ അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ഈ പറയുന്ന മൂവ്മെൻറ്റ്സ് എല്ലാം കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് മറ്റ് ചില മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെൻറ്റ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമ്മുടെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ വ്യക്തമായിട്ട് അവിടുത്തെ പ്രാദേശിക ഭാഷയിൽ എഴുതി വച്ചിരിക്കും, ഈ ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേവനം സർവീസ് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പരാതിപ്പെടേണ്ടത്, നിങ്ങൾ എവിടെയാണ് അതിനെപ്പറ്റി കൊടുക്കേണ്ടത്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ഈ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും, എന്തൊക്കെ സേവനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും. അഥവാ നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ, മന്ത്രിമാരുടെ, ക്യാബിനറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് അറിയാനുള്ള മാർഗം ഇന്നുണ്ട്. അതായത് നമ്മുടെ ഡെമോക്രസി, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ ഗവൺമെൻറ് വളരെ ട്രാൻസ്പാരൻ്റ് ആണ് ഇന്ന്. ഏത് വിവരവും ഇന്ത്യയിലെ ഏതൊരു സിറ്റിസണും നമ്മളൊരു അപേക്ഷ അയച്ചാൽ അതിന് കൃത്യമായ മറുപടി നമുക്ക് ലഭിച്ചിരിക്കും. ഈ ഒരു കാര്യം സംഭവിച്ചത് ഈ ഒരു ആക്ട് കൊണ്ടാണ്. എന്താണ് ആക്ടിൻ്റെ പേര്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള വാക്കിൻ്റെ മലയാളം അർത്ഥം എന്താണ്? വിവരം, അല്ലേ? അപ്പോൾ മലയാളത്തിൽ നമുക്ക് ഈ ആക്ടിനെ പറ്റി എന്ത് പറയാം? വിവരാവകാശ നിയമം എന്ന് പറയും. ഇങ്ങനൊരു ആക്ട് വന്നതോടുകൂടി ഒരു കാര്യവും, ഇന്ത്യയുടെ പൊതു ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യവും നമുക്ക് ഒളിച്ചു വെക്കാനായിട്ട് പറ്റുകയില്ല. അതെല്ലാം ഏതൊരു വ്യക്തിക്കും കിട്ടത്തക്ക വിധം അത് ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പോൾ ഈ നിയമത്തിലേക്ക് വന്നത്, ഇങ്ങനൊരു ആക്ട് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഈ ഒരു മൂവ്മെൻറ്റ് നടന്നതുകൊണ്ടാണ്. എന്താണ് ആ മൂവ്മെൻറ്റ്? ദ റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെൻറ്റ്. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൗ ഡസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെൻറ്റ് സ്ട്രെങ്തൻ ഡെമോക്രസി ഇൻ ഇന്ത്യ? അപ്പം ശരിക്കും ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമ്മുടെ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്താണ്, ഏറ്റവും വലിയ ഒരു ബ്യൂട്ടിയാണ്. അപ്പോൾ അതിലേക്ക് വരാൻ, അതെങ്ങനെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെൻറ്റ് നമ്മുടെ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്തു,
എങ്ങനെ അതിനെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റി. ഇപ്പം നമ്മുടെ ആൻസറിലേക്ക് വന്നേ. ദ റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1990 ബൈ എൻ ഓർഗനൈസേഷൻ നെയ്മഡ് മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ MKSS ഇൻ രാജസ്ഥാൻ. അപ്പോൾ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലേക്ക് വരാനിടയാക്കിയ സംഘടന, ആ സംഘടനയുടെ പേര് ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് രാജസ്ഥാനിലെ ഒരു സംഘടനയാണ്. അതിൻ്റെ പേര് ഇതാണ്, മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ, MKSS. അത് നിങ്ങൾ ഓർത്ത് വെക്കുക, മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ. ഈ സംഘടനയുടെ ഒരു പരിശ്രമ ഫലമായിട്ട് 1990 ഇങ്ങനൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്, റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെൻറ്റ്. ദ ഫസ്റ്റ് ഡിമാൻഡ് ഓഫ് MKSS, മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ, വാസ് access of documents related to public work issue to the suspicion that the public money was being misused. അപ്പോൾ ഈ രാജസ്ഥാനിലെ ഈ മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ അവർക്കൊരു സസ്പീഷൻ ഉണ്ടായി, അവർക്കൊരു സംശയമുണ്ടായി. എന്തായിരുന്നു ഒരു സംശയം? നമ്മുടെ പബ്ലിക് മണി, പബ്ലിക് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന പബ്ലിക് മണി അല്ലേ, നമ്മളൊക്കെ കൊടുക്കുന്ന ടാക്സാണ് പബ്ലിക് മണി, ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനങ്ങളാണ് ഈ പബ്ലിക് മണി എന്ന് പറയുന്നത്. അതിൽ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നാം ഓരോരുത്തരും കൊടുക്കുന്ന ടാക്സാണ് പബ്ലിക് മണിയുടെ ഒരു വലിയ ഭാഗം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റു വരുമാനങ്ങളും അതിനകത്ത് വരും. ഈ പബ്ലിക് മണി മിസ്യൂസ് ചെയ്യുന്നുണ്ടോ, പബ്ലിക് വർക്ക് എന്നുള്ള പേരിൽ ഈ പണം മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന ഒരു സസ്പീഷൻ, അങ്ങനെ ഒരു സംശയം MKSSനുണ്ടായി. അതുകൊണ്ട് അവരുടെ ഫസ്റ്റ് ഡിമാൻഡ് എന്തായിരുന്നു? ദ ഫസ്റ്റ് ഡിമാൻഡ് ഓഫ് MKSS വാസ് ആക്സസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു പബ്ലിക് വർക്ക്. പബ്ലിക് വർക്കുമായിട്ട്, ഇപ്പോൾ റോഡ് പണിയുന്നു, പാലം പണിയുന്നു, അങ്ങനെ പബ്ലിക് വർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളുടെയും ഡോക്യുമെൻറ്റ്സ് എല്ലാവർക്കും ലഭ്യമാക്കണം. അങ്ങനെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാവർക്കും ലഭ്യമാക്കുന്ന ഒരു ഡിമാൻഡ്, അതാണ് അവരുടെ ഒന്നാമത്തെ ഡിമാൻഡ്. പബ്ലിക് വർക്കിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ പേപ്പേഴ്സ് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ കിട്ടണം. അങ്ങനെ അവർ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ്? പബ്ലിക് വർക്ക് നടത്തുമ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസും അവിടുത്തെ കരാറുകാരും ഒക്കെ ചേർന്ന് പബ്ലിക് മണി മിസ്യൂസ് ചെയ്യുന്നുണ്ടോ, അത് അവരെ തട്ടിയെടുക്കുന്നുണ്ടോ എന്ന ഒരു സസ്പീഷനാണ് ഇങ്ങനൊരു ഡിമാൻഡ് വെക്കാൻ ഈ സംഘടനയെ പ്രേരിപ്പിച്ചത്. ദ ഫസ്റ്റ് ഡിമാൻഡ് ഓഫ് MKSS വാസ് ആക്സസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു പബ്ലിക് വർക്ക് ഡ്യൂ ടു ദ സസ്പീഷൻ ദാറ്റ് ദ പബ്ലിക് മണി വാസ് ബീങ് മിസ്യൂസ്ഡ്. ഇപ്പം നമുക്കും വരാറില്ലേ, ഇപ്പോൾ സ്കൂളുകളും ഒക്കെ പണിയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, ഈ 3-4 കോടി രൂപ ഗവൺമെൻറ് മുടക്കി എന്ന് പറയുന്ന സ്കൂളിൻ്റെ ബിൽഡിങ് അത്ര പോരാ, അതിൻ്റെ വർക്കുകളൊന്നും അത്ര പോരാ, ഈ പണം മുഴുവൻ ഇവിടെ ചിലവഴിച്ചിട്ടുണ്ടോ, ഈ പണം ആരെങ്കിലും തട്ടിയെടുത്തോ എന്നൊക്കെ നമുക്കും പലപ്പോഴും തോന്നാറുണ്ട്. അതേ തോന്നൽ ഈ സംഘടനയ്ക്ക് തോന്നി. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, ആക്സസ് ആകണം. Under the auspices of MKSS, the Delhi-based National Council of People's Right to Information was formed and launched nationwide propaganda. അവർ ഈ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡിന് വേണ്ടി അവർ ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് ഈ MKSS എന്ത് ചെയ്തു? നാഷണൽ കൗൺസിൽ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ അങ്ങനെ ഒരു സംഘടന ഫോം ചെയ്തു. ആൻഡ് ലോഞ്ച് നേഷൻ വൈഡ് പ്രൊപ്പഗാൻഡ. അവർ ഈ ഒരു ആശയം അങ്ങനെ ഇന്ത്യ മുഴുവൻ, നേഷൻ മൊത്തം വ്യാപിപ്പിച്ചു. എന്തായിരുന്നു? പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അതാണ് അവർ പ്രചരിപ്പിച്ച ആ ഒരു ഐഡിയ, പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ഇന്ത്യയിലെ ഏതൊരു കാര്യത്തെപ്പറ്റിയും പീപ്പിളിന് അതറിയാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഈ ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിനുവേണ്ടി ഒരു ഓർഗനൈസേഷൻ സ്വരൂപിക്കുകയും ആ ഓർഗനൈസേഷൻ്റെ ബേസിൽ അവരൊരു പ്രൊപ്പഗാൻഡ, നേഷൻ വൈഡ് പ്രൊപ്പഗാൻഡ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ MKSS എന്ന് പറയുന്ന ഈ സംഘടന, അതിൻ്റെ ലീഡേഴ്സ്, അതിൻ്റെ മെമ്പേഴ്സ് വളരെ ബുദ്ധിപൂർവ്വമാണ് പ്രവർത്തിച്ചത്. അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് MKSS, the Delhi-based National Council for People's Right to Information was formed and launched nationwide propaganda. In addition, the Consumer Education and Research Center, the Press Council and the Shuri Committee had also suggested preparing a draft for the Right to Information Act, keeping in view the same demand. അപ്പോൾ MKSS എന്ന് പറയുന്ന ഈ സംഘടനയുടെ ഈ ഒരു ഡിമാൻഡിനോട്
എന്താണ് അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റ് ചില സംഘടനകളും മുന്നോട്ട് വന്നു. അതാരൊക്കെയാണ്? ഇൻ അഡീഷൻ ദ കൗൺസിൽ, ദ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ, അവരെ മറ്റൊരു സംഘടന, ദ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ, ദ പ്രസ് കൗൺസിൽ അടുത്ത സംഘടന, ആൻഡ് ദ ഷൂരി കമ്മിറ്റി. ഇങ്ങനെ 3 സംഘടനകളും സജസ്റ്റഡ് പ്രിപ്പയറിംഗ് എ ഡ്രാഫ്റ്റ് ഫോർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നുള്ള പേരിൽ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കണമെന്ന് MKSSനോടൊപ്പം മറ്റു 3 സംഘടനകളൂടെ ആവശ്യപ്പെട്ടു. കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ, ദ പ്രസ് കൗൺസിൽ ആൻഡ് ഷൂരി കമ്മിറ്റി. They also suggested preparing a draft for the right to information act keeping in view the same demand. അപ്പോൾ അവർക്കും സെയിം ഡിമാൻഡ് ആയിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, നമ്മുടെ പാർലമെൻറ്റ് ഒരു ആക്ട് അങ്ങ് പാസ്സാക്കി. ഇറ്റ് വാസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദാറ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2005. അപ്പോൾ 2005 ഏകദേശം 20 years ഒക്കെ ആയി അല്ലേ, 20 years ആയി നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റ് അങ്ങനെ തന്നെ ഒരു നിയമം പാസ്സാക്കി. എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2005. 20 years ആയി അല്ലേ ഇങ്ങനെയൊരു നിയമം വന്നിട്ട്. അപ്പം നമുക്ക് ഏത് വിവരം വേണമെങ്കിലും, ഇപ്പം നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച വിവരങ്ങളോ നമ്മുടെ ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസിനെ സംബന്ധിച്ച വിവരങ്ങളോ ഒക്കെ എന്ത് വിവരമാണോ നമുക്ക് വേണ്ടത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ എണ്ണം വെച്ച് അതിൻ്റെ 1, 2, 3 ഇത്ര ഇൻഫർമേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അവർ ആ ക്വസ്റ്റ്യൻ ഓരോന്നിനും നമുക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നു. ഓക്കെ, ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെൻറ്റ് അതുണ്ടാക്കിയ ഇമ്പാക്റ്റ്. മനസ്സിലായല്ലോ? അടുത്തത് നമുക്കിനി പഠിക്കാനുള്ളത് റീജിയണൽ മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പല റീജിയൻസിലും, ഇപ്പോൾ ഒരു ആസാമിലായിക്കോട്ടെ, ഡൽഹിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പഞ്ചാബിലായിക്കോട്ടെ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലായിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ റീജിയൻസിലെ പല മൂവ്മെൻറ്റ്സും ഉണ്ടായി. അതിന് പല റീസൺസ് ആയിരിക്കാം. അങ്ങനെ റീജിയണലി നടന്ന മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റീജിയണൽ മൂവ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനത്തെ ഒന്നാമത്തെ മൂവ്മെൻറ്റിൻ്റെ പേര് നോക്കിയേ, ദ്രവിഡിയൻ മൂവ്മെൻറ്റ്. അത് തമിഴ്നാട്ടിൽ ഉണ്ടായ ഒരു മൂവ്മെൻ്റ് ആണ് ദ്രവിഡിയൻ മൂവ്മെൻറ്റ്. അപ്പോൾ അത് തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ. അതൊരു റീജിയണൽ മൂവ്മെൻ്റ് ആണ്. ആൻറ്റി ഇമിഗ്രേഷൻ മൂവ്മെൻറ്റ്, ഇമിഗ്രേഷനെതിരെ നടന്ന മൂവ്മെൻറ്റുകളെയാണ് നമ്മൾ ആൻറ്റി ഇമിഗ്രേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതും ഓരോ റീജിയണിലാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ആസാം മൂവ്മെൻറ്റ്. ആസാമിൽ ഇമിഗ്രേഷനെതിരെ ഒരു മൂവ്മെൻറ്റ് നടന്നു. അതാണ് ആസാം മൂവ്മെൻറ്റ് എന്നറിയപ്പെടുക. ആ ഒരു ആസാം എന്ന് പറയുന്ന റീജിയനിലാണ് നടന്നത്. മൂവ്മെൻറ്റ്സ് ഫോർ ഓട്ടോണമി, അങ്ങനെ ഒരു മൂവ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അതായത് ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ നടന്ന മൂവ്മെൻറ്റ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ദ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ്, സെപ്പറേറ്റ് ആകണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആകണം, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണ്ട, ഞങ്ങൾക്ക് വേറെ രാജ്യമാകണം, അല്ലെ മറ്റൊരിടത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് സെപ്പറേഷൻ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ദ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ്. അങ്ങനെയുള്ള മൂവ്മെൻറ്റിൽ ചിലതൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന ഖലിസ്ഥാൻ മൂവ്മെൻറ്റ് നടന്നത് പഞ്ചാബിലാണ്. അതുപോലെ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു കാശ്മീരിലും ഇങ്ങനെയൊരു മൂവ്മെൻറ്റ് നടന്നു. ജമ്മു കാശ്മീരിന് ഇന്ത്യയിൽ വേണ്ട, വേർപെടണം അങ്ങനെ പറഞ്ഞ്. സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് റീജിയൻ, നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ, അതായത് നമ്മുടെ നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, ഇങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഉണ്ടായ ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റുകൾ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുണ്ടായിട്ടുണ്ട്, ജമ്മു കാശ്മീരിലുണ്ടായിട്ടുണ്ട്, പഞ്ചാബിലുണ്ടായിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിനെ എല്ലാം നമുക്ക് എന്ത് പറയാം? ഇതെല്ലാം റീജിയണൽ മൂവ്മെൻറ്റ്സ് ആണ്. അത് ഓൾ ഇന്ത്യ ലെവലിലൊന്നും ആയ സംഭവങ്ങളല്ല, ഒരു പ്രത്യേക റീജിയനിൽ ഉണ്ടായ മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ തമിഴ്നാട്ടിലെ മൂവ്മെൻറ്റിൻ്റെ പേരെന്താണ്? ദ്രവിഡിയൻ മൂവ്മെൻറ്റ്. അതുപോലെ ആസാമിൽ നടന്ന മൂവ്മെൻറ്റ് എന്താണ്? ആൻറ്റി ഇമിഗ്രേഷൻ മൂവ്മെൻറ്റ്. സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് എവിടെ നടന്നു? ഖലിസ്ഥാൻ മൂവ്മെൻറ്റ് നടന്നു, അതുപോലെ ജമ്മു കാശ്മീരിൽ നടന്നു, നോർത്ത് ഈസ്റ്റിൽ നടന്നു. ഇപ്പോൾ ഇത് ഓരോന്നോരോന്ന് നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് ദ്രവിഡിയൻ മൂവ്മെൻറ്റിലേക്ക് പോകാം. ദ്രവിഡിയൻ മൂവ്മെൻറ്റ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ്രവിഡിയൻ മൂവ്മെൻറ്റ്. ദ്രവിഡിയൻ മൂവ്മെൻറ്റ് എവിടെ സംഭവിച്ചു? ആരായിരുന്നു ലീഡർ? അതിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു? അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? അപ്പോൾ ഒരു മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമ്മുടെ ഉത്തരത്തിൽ ഉണ്ടാകണം. എന്തൊക്കെയാണ് പോയിൻറ്റ്സ് വരേണ്ടത്?
ഒന്നാമത് ഇത് എവിടെയാണ് സംഭവിച്ചത്, ആ സ്ഥലം. രണ്ടാമത് ഇതിൻ്റെ ലീഡർ ആരായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു. ഏതൊരു മൂവ്മെൻ്റ് ആണെങ്കിലും ആ മൂവ്മെൻറ്റ് നടത്തുന്ന ആളുകൾക്ക് ഒരു ഡിമാൻഡ് കാണുമല്ലോ. അപ്പോൾ ആ ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ എഴുതണം. അടുത്തായിട്ട് നമ്മൾ എന്താ എഴുതേണ്ടത്, അതിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായി, എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായോ, റിസൾട്ട് ഉണ്ടായോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആൻസറിൽ വരണം. അപ്പം നമുക്ക് ദ്രവീഡിയൻ മൂവ്മെൻറ്റിനെ പറ്റി ഒന്ന് പഠിക്കാം. ദ ദ്രവീഡിയൻ മൂവ്മെൻറ്റ് വാസ് എ മൂവ്മെൻറ്റ് ദാറ്റ് ബിഗാൻ ഇൻ തമിഴ്നാട് ഇൻ ദ ഏർലി ഡെക്കേഡ്സ് ഓഫ് 20th century. അപ്പോൾ 20th centuryയുടെ ആദ്യ ഭാഗത്ത്, അതായത് 20th century തുടങ്ങുന്ന സമയത്ത് തമിഴ്നാട്ടിലുണ്ടായ ഒരു മൂവ്മെൻ്റാണ് ദ്രവീഡിയൻ മൂവ്മെൻറ്റ്. തമിഴ്നാട്ടിലെ ആളുകൾ പൊതുവെ വിശ്വസിക്കുന്നത് അവർ ദ്രാവിഡ വംശത്തിൽപ്പെട്ടവരാണെന്നാണ്. അപ്പോൾ ദ്രാവിഡർ എന്ന അർത്ഥത്തിൽ നിന്നാണ് ഏത് വാക്കുണ്ടാകുന്നത്, ഈ ദ്രവീഡിയൻ എന്ന അർത്ഥം ഉണ്ടാകുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും ദ്രാവിഡ വർഗത്തിൽപ്പെട്ടവരാണ്, ആ ഒരു വംശത്തിൽപ്പെട്ടവരാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ലോകത്തെ ജനങ്ങൾ പല പല വംശങ്ങളിൽപ്പെട്ടവരാണ്. അത് ആര്യന്മാരുണ്ട്, ദ്രവീഡിയൻസ് ഉണ്ട്, മംഗോളുണ്ട്, നെഗ്രിറ്റോസ് ഉണ്ട്, നീഗ്രോ ഉണ്ട്, അങ്ങനെ പല വർഗ്ഗങ്ങളുണ്ട്. അതിൽ തമിഴ്നാട്ടിലെ ആളുകളൊക്കെ ദ്രവീഡിയൻസ് ആണെന്നാണ് അവർ വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ മൂവ്മെൻറ്റിൻ്റെ പേരെന്താണ്, ദ്രവീഡിയൻ മൂവ്മെൻറ്റ്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ തമിഴ്നാട് in the early decades of 20th century. This happened under the influence of the ideas of political empowerment of the Dravidian people, the growth of Tamil language and rationalism. അപ്പോൾ 3 പ്രത്യേക കാര്യങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ ഇൻഫ്ലുവൻസ്. അതാണ് ഈ ദ്രവീഡിയൻസ് ഈ 20th century വരെ എന്തുകൊണ്ട് കാത്തിരുന്നു, കാരണം അവർക്ക് അപ്പോഴാണ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായത്. എന്താണ്, പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് ഓഫ് ദ്രവീഡിയൻ പീപ്പിൾ. പൊളിറ്റിക്കലി ഈ ദ്രവീഡിയൻസിന് ഒരു എംപവർമെൻറ്റ് വരണം, ആ ഒരു ഐഡിയ. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് തമിഴ് ലാംഗ്വേജ്. നമ്മുടെ തമിഴ് ലാംഗ്വേജ് നമുക്കറിയാം വളരെ ഏൻഷ്യൻ്റ് ലാംഗ്വേജാണ് ഈ തമിഴ് ലാംഗ്വേജ് അല്ലേ. ഹിന്ദിയൊക്കെ വരുന്നതിന് മുമ്പ് തമിഴ് വളരെ പോപ്പുലറായിട്ടുള്ള വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു. അപ്പോൾ തമിഴിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ഭയങ്കരമാണ് അല്ലേ. തമിഴ്നാട്ടുകാരൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മളത് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ കേട്ടിരിക്കും, കാരണം അത്ര സൗന്ദര്യമാണ് തമിഴിന്. അപ്പോൾ തമിഴ് ലാംഗ്വേജിൻ്റെ ഒരു ഗ്രോത്ത്, അതുപോലെ തന്നെ റാഷണലിസം, ഈ 3 കാര്യങ്ങളാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദ എയിം ഓഫ് ദിസ് മൂവ്മെൻറ്റ് വാസ് ടു റെസിസ്റ്റ് ദ ഡോമിനൻസ് ഓഫ് ബ്രാഹ്മിൻ കൾച്ചർ ഓവർ ദ്രവീഡിയൻ കൾച്ചർ. നമുക്കറിയാം ഈ തമിഴ്നാട്ടിലെ ദ്രവീഡിയൻസും ഉണ്ട്, ബ്രാഹ്മിൻസും ഉണ്ട്. അപ്പോൾ ഈ ബ്രാഹ്മിൻസ് കൾച്ചറ് ദ്രവീഡിയൻ കൾച്ചറിനെ കുറച്ചൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. ബ്രാഹ്മിൻ കൾച്ചറിനായിരുന്നു അവിടെ ഒരു മേൽക്കൈ. അപ്പോൾ ഈ ദ്രവീഡിയൻ മൂവ്മെൻറ്റിൻ്റെ ഒരു എയിം എന്തായിരുന്നു, ദ എയിം ഓഫ് ദിസ് മൂവ്മെൻറ്റ് വാസ് ടു റെസിസ്റ്റ് ദ ഡോമിനൻസ് ഓഫ് ബ്രാഹ്മിൻ കൾച്ചർ ഓവർ ദ്രവീഡിയൻ കൾച്ചർ. നമുക്കറിയാം കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ അൺടച്ചബിലിറ്റിയൊക്കെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. തമിഴ്നാട്ടിലൊരു ഹോട്ടലിലൊക്കെ കയറിയാൽ അവിടെ ദ്രവീഡിയൻസിന് വേണ്ടി പ്രത്യേക ഗ്ലാസ്സുകളൊക്കെ വെച്ചിരിക്കും. അവർ ആ ഗ്ലാസ്സേ ഉപയോഗിക്കാവുള്ളൂ, ബ്രാഹ്മിൻസിന് വേറെ ഗ്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഒരു പൊതുസ്ഥലത്ത് പോലും വലിയ സെപ്പറേഷനായിരുന്നു ഉണ്ടായിരുന്നത്. വേറെ പാത്രങ്ങളൊക്കെ ആയിരുന്നു ദ്രവീഡിയൻസിന് കൊടുക്കുക, ബ്രാഹ്മണർക്ക് വേറെ പാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അപ്പോൾ ഈ ദ്രവീഡിയൻ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ഈ ബ്രാഹ്മിൻ കൾച്ചറിനെ ദ്രവീഡിയൻ കൾച്ചറിനെ ബ്രാഹ്മിൻ കൾച്ചറെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു, താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അതിനെതിരെയാണ് ടു റെസിസ്റ്റ് ദ ഡോമിനൻസ് ഓഫ് ബ്രാഹ്മിൻ കൾച്ചർ ഓവർ ദ്രവീഡിയൻ കൾച്ചർ. ദിസ് മൂവ്മെൻറ്റ് ടുക്ക് ഷേപ്പ് ഫ്രം ദ ഐഡിയോളജി ഓഫ് EV രാമസ്വാമി നായിക്കർ ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ്. EV രാമസ്വാമി നായിക്കർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ അവരുടെ ലീഡർ, അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാം. EV രാമസ്വാമി നായിക്കർ, ഇതാണ് EV രാമസ്വാമി നായിക്കർ. ഇദ്ദേഹമാണ് ഈ ദ്രവീഡിയൻ മൂവ്മെൻറ്റിൻ്റെ നേതാവ്. ഹി വാസ് ദ ലീഡർ ഓഫ് ദ്രവീഡിയൻ മൂവ്മെൻറ്റ്. ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനുണ്ട്, അതിൻ്റെ പേരാണ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ്. അദ്ദേഹം സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് എന്നുള്ള പേരിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ അണ്ടറിൽ ഇങ്ങനൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു, ദ്രവീഡിയൻ മൂവ്മെൻറ്റ്. So, this movement took shape from the ideology of EV Ramaswamy Naikar's self-respect movement. Afterwards, this became DMK. ഈ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് പിന്നീട് അതിനൊരു പൊളിറ്റിക്കൽ ഒരു അപ്പിയറൻസ് വരികയും അത് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പേരിൽ
ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന DMK അല്ലേ, ഇന്നത്തെ തമിഴ്നാട് ഭരിക്കുന്നതൊക്കെ DMK-യാണ്, ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ EV രാമസ്വാമി നായ്ക്കറുടെ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻ്റ് എന്നുള്ള പേരിൽ അത് പൊളിറ്റിക്കൽ അല്ലാത്ത ഒരു സംഘടന അദ്ദേഹം സ്ഥാപിച്ചു. പിന്നീട് ഈ സംഘടന എന്തായി മാറി? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറി. ആ പാർട്ടിയുടെ പേരാണ് DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. ഓക്കെ, ഇറ്റ് ഇൻഫ്ലുവൻസ് തമിഴ്നാട്സ് പൊളിറ്റിക്സ് ആൻഡ് കെയിം ടു പവർ ഇൻ 1967. അപ്പോൾ DMK തമിഴ്നാട് ഭരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 1967 അവരെ വിൻ ചെയ്യുകയും ഇലക്ഷനിൽ വിൻ ചെയ്യുകയും അവിടെ പവറിലാവുകയും ചെയ്തു. അവർ ഭരണത്തിൽ കയറി. അത് കഴിഞ്ഞ് അവരുടെ ഭരണം മാറിയിട്ടില്ല, ആ DMK തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. പിന്നെ അതിനകത്ത് ചില പിളർപ്പുകളൊക്കെ ഉണ്ടായി. AIDMK എന്ന് പറയുന്ന പേരിലൊക്കെ ഉണ്ടായി. അതെല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ആരാണ് ഇതിൻ്റെ എല്ലാം തുടക്കക്കാരൻ? EV രാമസ്വാമി നായ്ക്കർ. അദ്ദേഹത്തിൻ്റെ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻ്റ് ആണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് പിന്നീട് മാറിയതും. DMK എന്ന പേരിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി എന്നാണ് തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരാൻ തുടങ്ങിയത്? 1967. അപ്പോൾ ബ്രാഹ്മിൻ ഡോമിനൻസിനെതിരെ നടന്ന ഒരു സമരമാണ് ദ്രവിഡിയൻ മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റാണ് DMK എന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെ അവിടെ ഉണ്ടാകാനും അവിടെ അവർ ഭരണത്തിൽ കയറാനും കാരണമായത്. ഓക്കെ, അപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ ആ സംസ്ഥാനത്തുണ്ടായി അല്ലേ. അവരിപ്പം വളരെ ഫോർവേഡാണ്. അപ്പോൾ EV രാമസ്വാമി നായ്ക്കർ, അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വെക്കുക. ഇനി ആൻറ്റി ഇമ്മിഗ്രേഷൻ മൂവ്മെൻറ്റിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ആസാമിൽ നടന്ന ആൻറ്റി ഇമ്മിഗ്രേഷൻ മൂവ്മെൻറ്റ്. എമിഗ്രേഷനും ഇമ്മിഗ്രേഷനും ഉണ്ട്. എന്താണ് എമിഗ്രേഷൻ? എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതാണ് എമിഗ്രേഷൻ. ഉദാഹരണത്തിന് ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിലേക്ക് പോകുന്നു, അത് എമിഗ്രേഷനാണ്. എന്നാൽ എന്താണ് ഇമ്മിഗ്രേഷൻ? ഇവിടെ എഴുതിയിരിക്കുന്ന ഇമ്മിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു രാജ്യക്കാരെ ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് വരുന്നതാണ് ഇമിഗ്രേഷൻ, ഇവിടുന്ന് പോകുന്നതാണ് ഇമിഗ്രേഷൻ. അപ്പോൾ ഈ രണ്ട് വാക്കുകളും നമുക്ക് ഒരുപോലെ തോന്നും, പക്ഷേ രണ്ടും ഓപ്പോസിറ്റാണ്. എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോവുക, മറ്റൊരു രാജ്യത്തേക്ക് പോവുക. ഇമ്മിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്ക് വരിക. അപ്പം നമ്മുടെ ഇവിടേക്ക് ബംഗ്ലാദേശിൽ നിന്നും കുറേ ആളുകളെ ഇന്ത്യയിലേക്ക് വന്നു. അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കണം? ഇമിഗ്രേഷൻ. ആ ഇമിഗ്രേഷനെതിരെ നടന്ന മൂവ്മെൻ്റാണ് ആൻറ്റി ഇമിഗ്രേഷൻ മൂവ്മെൻറ്റ്. അപ്പോൾ മറ്റു രാജ്യത്തെ ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ കുറേ ഇഷ്യൂസ് അവിടെ ഉണ്ടാകും. നമ്മൾ വിചാരിക്കും ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് വന്നാൽ എന്താണ് കുഴപ്പം, അത് നല്ലതല്ലേ? അല്ല. കാരണം എന്താണ്? ഇവിടെ നമുക്ക് ഓൾറെഡി നല്ല പോപ്പുലേഷൻ ഉണ്ട്. നമ്മൾ വളരെ വലിയ ഒരു പോപ്പുലേഷനുള്ള രാജ്യമാകുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വളരെ വളരെ ഏറെ നമ്പർ നമ്മുടെ രാജ്യത്തേക്ക് ഇമിഗ്രേഷൻ ചെയ്ത് വന്നാൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക്, ഇവിടുത്തെ ഓൾറെഡി നമ്മുടെ രാജ്യക്കാർക്ക് വളരെയേറെ ഇഷ്യൂസ് ഉണ്ടാകും. എന്തൊക്കെയാണ്? നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കുറയും, നമ്മുടെ റിസോഴ്സസ് അവരുമായിട്ട് പങ്കുവയ്ക്കേണ്ടി വരും, നമ്മുടെ ഇവിടെ പോവർട്ടി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആസാം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഇമിഗ്രേഷനെതിരെ വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടായി. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, ആൻറ്റി ഇമിഗ്രേഷൻ മൂവ്മെൻറ്റ്. ആൻറ്റി ഇമിഗ്രേഷൻ മൂവ്മെൻറ്റ് ആർ മൂവ്മെൻറ്റ്സ് ഫോംഡ് ബേസ്ഡ് ഓൺ ദ എത്നിക്, ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ, ഇക്കണോമിക്, എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ അൺകൺട്രോൾഡ് ഇമിഗ്രേഷൻ ടു ദ ഇൻഡിജിനസ് പോപ്പുലേഷൻ ഓഫ് ദ റീജിയൻ. അപ്പോൾ ഇൻഡിജിനസ് പോപ്പുലേഷൻ ഓഫ് ദ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റീജിയനിൽ പഴയ കാലം തൊട്ടേ വർഷങ്ങളായി താമസിക്കുന്ന ആ രാജ്യക്കാരുടെ ഇടയിലേക്ക് ഇമിഗ്രേഷൻ അൺകൺട്രോൾഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എത്നിക്, ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ, ഇക്കണോമിക്, എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെതിരെ നടക്കുന്ന മൂവ്മെൻ്റാണ് ആൻറ്റി ഇമിഗ്രേഷൻ മൂവ്മെൻറ്റ്. സോ ആൻറ്റി ഇമിഗ്രേഷൻ മൂവ്മെൻറ്റ് ആർ മൂവ്മെൻറ്റ്സ് ഫോംഡ് ബേസ്ഡ് ഓൺ ദ എത്നിക്, ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ, ഇക്കണോമിക്, എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം. ടീച്ചർ പറഞ്ഞില്ലേ, ഈ ഇമിഗ്രേഷൻ അൺകൺട്രോൾഡ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം മാത്രമല്ല ഉണ്ടാകുന്നത്, അവിടെ എക്കണോമിക് പ്രോബ്ലം ഉണ്ടാകും, കൾച്ചറൽ പ്രോബ്ലം ഉണ്ടാകും. അവരുടെ കൾച്ചറും നമ്മുടെ കൾച്ചറും സെപ്പറേറ്റാണ്. അപ്പോൾ അവരുടെ കൾച്ചർ ഇങ്ങോട്ട് വന്ന് നമ്മളിലേക്ക് കയറുമ്പോൾ അവിടെ കൾച്ചറൽ പ്രോബ്ലം ഉണ്ടാകും. ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം, അവരുടെ ഭാഷ വേറെ നമ്മുടെ ഭാഷ വേറെ, അതിൻ്റെ പ്രശ്നം ഉണ്ടാകും. ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം ഉണ്ടാകും, എത്നിക് പ്രോബ്ലം ഉണ്ടാകും. ഈ ഇഷ്യൂസ് എല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ ക്രിയേറ്റഡ് ബൈ അൺകൺട്രോൾഡ് ഇമിഗ്രേഷൻ.
ഒന്നോ രണ്ടോ പത്തോ അഞ്ചോ നൂറോ വ്യക്തികൾ വരുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. അൺകൺട്രോൾഡ് ആയിട്ട് ആളുകൾ ഇങ്ങനെ വരുന്ന മറ്റൊരു രാജ്യത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കയറി പാർക്കുന്നു. അത് അൺകൺട്രോൾഡ് ആവുമ്പോൾ ഇൻഡിജിനസ് പീപ്പിളിൻ്റെ ആ റീജിയനിലെ വലിയ ഇഷ്യൂസ് ഉണ്ടാകുന്നു. അതിനെതിരെ നടക്കുന്ന സമരമാണ് ആൻറ്റി ഇമിഗ്രേഷൻ മൂവ്മെൻറ്റ്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ആസാം മൂവ്മെൻറ്റ്, ദ ആസാം മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ആസാം മൂവ്മെൻറ്റിനെ ഒന്ന് സെപ്പറേറ്റ് പഠിക്കാം. പ്രിപ്പയർ എ നോട്ട് അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആസാം മൂവ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. എന്തായിരുന്നു ഈ ആസാം മൂവ്മെൻറ്റ്, എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ റീസൺ എന്താണ്, ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്, ഏത് വർഷമാണ് ഇത് നടന്നത്, ഇതെല്ലാം നമുക്കൊന്ന് പഠിക്കാം. അതുപോലെ തന്നെ ഈ മൂവ്മെൻറ്റ് കൊണ്ട്, ആസാം മൂവ്മെൻറ്റ് കൊണ്ട് ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന പ്രോബ്ലത്തിന് എന്തെങ്കിലും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായോ, അതിനൊരു സൊല്യൂഷൻ ഉണ്ടായോ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ദ ആസാം മൂവ്മെൻറ്റ് വാസ് ഇനീഷ്യേറ്റഡ് ബൈ ദ അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ഇമിഗ്രേഷൻ, എസ്പെഷ്യലി ദ ഇമിഗ്രേഷൻ ഓഫ് ബംഗ്ലാദേശ് ഇൻ ആസാം ഫ്രം 1979 to 1985. 1979 തൊട്ട് 1985 വരെയുള്ള ഒരു 6 years നടന്ന ഒരു മൂവ്മെൻ്റാണ് ഈ ആസാം മൂവ്മെൻറ്റ്. ഇത് ആർക്കെതിരെയായിരുന്നു? ദ അൺകൺട്രോൾഡ് ഇമിഗ്രേഷൻ ഓഫ് ബംഗ്ലാദേശ് പീപ്പിൾ ടു ആസാം. ദ ആസാം മൂവ്മെൻറ്റ് വാസ് ഇനീഷ്യേറ്റഡ് ബൈ ദ അജിറ്റേഷൻ എഗനിസ്റ്റ് ഇമിഗ്രേഷൻ, എസ്പെഷ്യലി ദ ഇമിഗ്രേഷൻ ഓഫ് ബംഗ്ലാദേശ് ഇൻ ആസാം ഫ്രം 79 to 85. ഇത്രയും വർഷങ്ങൾ, 6 വർഷം നടന്നു. ദ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ ലെഡ് ദിസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് നടന്നത്, അതിൻ്റെ നേതൃത്വം കൊടുത്തത് ഒരു സംഘടനയാണ്. എന്താണ് ആ സംഘടനയുടെ പേര്? ദ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ. അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി കുട്ടികളായിരുന്നു ഇതിനകത്ത് കൂടുതലും പങ്കെടുത്തത് ഈ മൂവ്മെൻറ്റിൽ. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇഷ്യൂ തിരിച്ചറിഞ്ഞത്. അന്നത്തെ ഈ ഇത്രയും ബംഗ്ലാദേശികൾ ഇങ്ങനെ അൺകൺട്രോൾഡായിട്ട് വന്ന് നമ്മുടെ ആസാം പ്രദേശത്തേക്ക് താമസിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് മനസ്സിലായി ഇത് നമ്മളെ കണ്ടമാനം ബാധിക്കുമെന്ന്. വളരെയേറെ അവരുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കുറയും, അവിടെ പോവർട്ടി ഉണ്ടാകും, ആകെ പ്രശ്നമാകുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരൊരു സംഘടന രൂപീകരിച്ചു, ദ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ. ആ സംഘടനയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്, ലെഡ് ദിസ് മൂവ്മെൻറ്റ്. ദ പ്രൊട്ടസ്റ്റേഴ്സ് എക്സ്പ്രസ് കൺസേൺ ദാറ്റ് the illegal immigration from Bangladesh was eliminating employment opportunities for the people of Assam and causing poverty and economic crisis. So the protesters, ഈ അസം സ്റ്റുഡൻസ് യൂണിയനിലെ കുട്ടികൾ അല്ലെ പ്രൊട്ടസ്റ്റേഴ്സ്, ഇതിൻ്റെ ഈ സമരം നടത്തുന്നവരെ എക്സ്പ്രസ് ദെയർ കൺസേൺ, അവരവരുടെ കൺസേൺ ഈ ഇന്ത്യയോട് പറഞ്ഞു, നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് പറഞ്ഞു, അവരുടെ കൺസേൺ, അവരുടെ ആശങ്കകൾ, അവരുടെ ആകുലതകൾ അവർ പറഞ്ഞു. എന്താണ് ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ? നമുക്കറിയാം ഇമിഗ്രേഷന് ലീഗലി ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു ഇമിഗ്രേഷന് വേണ്ടി ഇമിഗ്രേഷൻ അങ്ങനെ നടത്താം. ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ലീഗലല്ല, ഇല്ലീഗലാണ്. എന്താണ്? അതിർത്തി കടന്ന് അവർ വന്നിട്ട് കയറി അങ്ങ് താമസിക്കുക. മനസ്സിലായോ? കുറേ കാലം ഒരു രേഖകളും ഇല്ലാതെ, ഒരു തിരിച്ചറിയലും ഇല്ലാതെ വെറുതെ അതിർത്തി കടന്ന് ഒളിച്ചു കയറുക എന്ന് നമുക്ക് വേണേൽ പറയാം. ഒളിച്ചു കയറുക, എന്നിട്ട് വന്ന് ഇവിടെ താമസിക്കുക. സോ ദിസ് ടൈപ്പ് ഓഫ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഫ്രം ബംഗ്ലാദേശ് വാസ് എലിമിനേറ്റിംഗ്. അത് നമുക്ക് ഇല്ലാതാക്കുന്നു. എന്തൊക്കെ ഇല്ലാതാക്കുന്നു? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ പീപ്പിൾ ഓഫ് അസം ആൻഡ് കോസിംഗ് പോവർട്ടി ആൻഡ് ഇക്കണോമിക് ക്രൈസിസ്. The protesters demanded the expulsion of those who had immigrated to Assam after 1951. What was the demand of this All in Assam Students Union? They demanded the expulsion of those illegal immigrants to Assam after 1951. അവർ പറഞ്ഞു 1951 ശേഷം ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലീഗലി എത്ര പേര് ആസാമിലേക്ക് വന്നിട്ടുണ്ടോ അവരെ മുഴുവൻ ഇവിടുന്ന് പറഞ്ഞു വിടണം. എക്സ്ക്ലൂഷൻ ഓഫ് ഓൾ ദീസ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ടു ബംഗ്ലാദേശ്, അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കണമെന്നായിരുന്നു ഇവരുടെ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ഡിമാൻഡ്. ദ പ്രൊട്ടസ്റ്റേഴ്സ് ഡിമാൻഡഡ് എക്സ്ക്ലൂഷൻ ഓഫ് ദോസ് ഹു ഹാഡ് ഇമിഗ്രേറ്റഡ് ടു അസം ആഫ്റ്റർ 1951. ദിസ് മൂവ്മെൻറ്റ് ലെഡ് ടു വൈഡ് സ്പ്രെഡ് വയലൻസ് ആൻഡ് ക്ലാഷസ്. ഇപ്പോൾ ഈ മൂവ്മെൻറ്റ് അഹിംസയൊന്നും അല്ലായിരുന്നു, വൈഡ് സ്പ്രെഡ് ക്ലാഷസും
വയലൻസും സംഭവിച്ചു. കുട്ടികൾ ഒരുപാട് പൊതുസ്ഥാപനങ്ങൾ നശിപ്പിക്കുക, വലിയ വയലൻസൊക്കെ ആസാമിൽ നടന്നു. ദ സെൻട്രൽ ഗവൺമെൻറ് സൈൻ എഗ്രിമെൻറ്റ് വിത്ത് ദ പ്രൊട്ടസ്റ്റേഴ്സ് ഇൻ 1985. അവസാനം നമുക്കറിയാം ബംഗ്ലാദേശ് ഇന്ത്യ ഒരുപാട് വളരെയേറെ ഫ്രണ്ട്ലി ആയിട്ട് കരുതുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ബംഗ്ലാദേശ്. അതുകൊണ്ട് തന്നെ കുറേ കാലത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. ബട്ട് ദ സെൻട്രൽ ഗവൺമെൻറ് സൈൻ ആൻ എഗ്രിമെൻറ്റ് വിത്ത് ദ പ്രൊട്ടസ്റ്റേഴ്സ് ഇൻ 1985. 6 കൊല്ലം അവർ സമരം ചെയ്തു കേട്ടോ. 85 അവർ എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. ദിസ് ക്യാൻ റിസോൾവ് ദ ഇഷ്യൂ സം എക്സ്റ്റെൻറ്റ്. അപ്പോൾ കുറച്ചൊക്കെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഈ ഒരു എഗ്രിമെൻറ്റ് സഹായിച്ചു. ഏത് വർഷമാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്? 1985. ഓക്കെ, അതോടുകൂടി ഈ ഇഷ്യൂ ഇപ്പോഴും ഈ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മുടെ സ്ഥലത്തൊക്കെ വന്ന്, നമ്മുടെ കേരളത്തിലൊക്കെ വന്ന് ജോലി ചെയ്യുന്ന പലരും ഇതുപോലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. ഇന്നും ആ പ്രോബ്ലം ഉണ്ട്. അവരെ മൊത്തത്തിലൊന്നും നമുക്ക് തിരിച്ചുവിടാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടന്നു. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അടുത്ത മൂവ്മെൻറ്റ്സുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.